ഞങ്ങളുടെ യാത്ര വീണ്ടും തുടരുന്നു. ഇന്ന് സ്കോട്ട്ലൻഡിന്റെ മനോഹാരിതയിലൂടെ ഞങ്ങൾ എല്ലാവരും ഫാമിലി ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഞങ്ങൾ ഇന്ന് മീൻ പിടിക്കാൻ പോകട്ടോ. അപ്പൊ നമുക്ക് വിശേഷങ്ങളായിട്ട് വരാം. നല്ല ഭംഗിയാട്ടോ ഈ പോകുന്ന ഡ്രൈവ് എല്ലാം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ് ആണ്. കുന്നും മലകളും ഇടതൂർന്ന പൈൻ മരങ്ങളും ഒക്കെ ആയിട്ട് അതിമനോഹരമായ ഭയങ്കര രസമായിട്ട് വഴിക്കൂട്ടി നടക്കുന്നത്. അപ്പൊ നമ്മള് ഫാമിലി ആയിട്ടാണ് നമ്മുടെ ഇവിടെയുള്ള ഞങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും പോകുന്ന ഒരു ഫാമിലി ഗ്യാതറിംഗ് പ്ലസ് ഒരു ഹോളിഡേ, അങ്ങനെ ഒരു വലിയൊരു പ്രത്യേക വൈബാണ് കേട്ടോ. സ്കോട്ട്ലൻഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാവർക്കും അറിയാം. സ്കോട്ട്ലൻഡ് ഭയങ്കര രസമുള്ള സ്ഥലങ്ങളാണ്. ഞങ്ങള് ഇവിടെ എവിമോർ എന്നൊരു സ്ഥലത്താണ് ഞങ്ങൾ അക്കോമഡേഷൻ അറേഞ്ച് ചെയ്തത്. അത് ഒരു ഹോളിഡേ പ്ലേസ് ആണ്. ഇവിടെ ഇൻവേഴ്സ് വന്നപ്പോ എവിമോർ എന്നൊരു സ്ഥലത്താട്ടോ. അവിടെ ഒരു ബംഗ്ലോസ് ആണ്. അപ്പം ഒരു നല്ല രസമുണ്ട്, നല്ലൊരു വൈബാണ്. നടക്കാനൊക്കെ പോകാൻ നല്ല രസമുണ്ട്. സ്കോട്ട്ലൻഡിന്റെ മനോഹാരിതയെ കുറിച്ച് നമുക്ക് പറയേണ്ട കാര്യമില്ല. അതിമനോഹരമായിട്ടുള്ള എവറി പോയിന്റ് ഇസ് ബ്യൂട്ടിഫുൾ. അപ്പം നമുക്ക് കിട്ടുന്ന സമയത്തൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. സമയമുള്ളവർക്ക് സാഹചര്യമൊക്കെ ഉള്ള പോലെ ചെയ്യാൻ ഇറ്റ്സ് വെരി നൈസ്. പിന്നെ നമ്മുടെ തിരക്ക് പിടിച്ച ജീവിതത്തിൽ നമുക്ക് ഇതൊക്കെയല്ലേ ഉള്ളൂ ബാക്കി. ഇന്ന് ഞങ്ങൾ എല്ലാരും കൂടെ മീൻ പിടിക്കാൻ പോവാ. കിട്ടുമെന്നറിയില്ല കേട്ടോ, എന്നാലും അതൊരു രസമാണല്ലോ. കിട്ടുന്നതിലല്ലല്ലോ പ്രധാനം. ഒരു ഫാമിലി കൂടെ പോയി എല്ലാരും കൂടെ ഒരു എൻജോയ് ചെയ്യുക, അതൊക്കെ ആ ഒരു മൊമെന്റ്സ് മാത്രമല്ലേ നമുക്ക് സ്വന്തമുള്ളൂ. അതൊക്കെ നല്ല വൈബിലാണ് കേട്ടോ. ടയർഡാന്ന് തോന്നുന്നു. ഈ ടയർഡ് ജോസഫ് 2 ദിവസമായി ഞങ്ങളുടെ യാത്ര. പക്ഷെ ടയർഡ് ദിവസമൊന്നും ആരും മൈൻഡ് ചെയ്യുന്നില്ല. എല്ലാവരും മാക്സിമം എൻജോയ് ചെയ്യാനുള്ള തിരക്കിലാണ്.